ഇപ്പൊ തന്നെ കേസ് അവിടെ തന്നെ വിലങ്ങോലിടാതെ സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ കൊണ്ടുപോയി. പക്ഷെ നേരെ തിരിച്ച് ആൺകുട്ടിയെ വിലങ്ങ അടിച്ച് ആ ഒരു രീതിയിലായിരിക്കും കൊണ്ടുപോകാം. പലരും പറയുന്നുണ്ട് ആ പുള്ളി എന്തിനാ പോയി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സീറ്റിലിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ആ സീറ്റിലിരുന്നോണ്ട് അത് നമ്മൾ കാണിച്ചതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സെർച്ച് ഹിസ്റ്ററിയിലുള്ള ഒരു കേസാണ് ഷിംജിത. എന്താണ് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ബസ്സിലൊരു മോശം അഭിപ്രായം വന്ന അപ്പൊ തുറന്ന് പറയണമായിരുന്നു, അപ്പൊ റിയാക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയണമായിരുന്നു. അത് അയാളും അവരും മാത്രം അറിയേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതിനെ വീഡിയോ എടുത്ത് ഇത്ര സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഇപ്പൊ റീൽസ് ചെയ്യണ കാരണം കുറെ പെൺപിള്ളേർ ഇങ്ങനെയാണ്. ഇപ്പൊ എല്ലാരും വണ്ടി കയറും, ബേസ് ബോർഡ് നടുക്ക് വെക്കണം, മുള്ളു കൊണ്ടുപോകണം, പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, ബസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നോണ്ടല്ലേ എന്റെ വീട്ടിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ബസ്സിൽ പോകുന്നൊക്കെയാണ്. പക്ഷെ ഇതേ കാര്യം പറയട്ടെ, ഇതേപോലെയാണ് പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എന്താ പറയുക, നമ്മളിങ്ങനെ പറയുന്നുണ്ട്, റോഡിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി തെറ്റിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ കിടക്കുന്ന എല്ലാരും മോശക്കാരാൻ പറ്റുമോ? എല്ലാരും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് പിന്നെ അവരതിനെ വെച്ചിട്ട് ഓരോ വീഡിയോ ട്രോൾ, അതിപ്പോ എന്തായിരുന്നാലും ഇപ്പൊ നല്ല ഒരു കണ്ടന്റ് ആയിരുന്നാലും മോശമായിരുന്നാലും അതിന് കുറെ നാളിങ്ങനെ പോകും. അതിനെന്താ പറയാനാണ്.